റൂട്ട് മാപ്പ് വളരെ പരിചിതമായ കാര്യമായി ഇന്ന് എല്ലാവർക്കും. കാരണം ആ റൂട്ട് മാപ്പ് നമുക്ക് അറിയാത്ത സ്ഥലത്തേക്ക് എത്തിപ്പെടുവാനുള്ള വഴികളെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിന് ഒത്തിരി ആപ്സ് ഇന്ന് നിലവിലുണ്ട്. നാം പണ്ടൊക്കെ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നവരടുത്ത് ചോദിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ആരോട് ചോദിക്കേണ്ട, GPS ഉപയോഗിച്ച് നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് കൃത്യമായിട്ട് എത്തിപ്പെടുവാനായിട്ട് ഈ ഗൂഗിൾ മാപ്സൊക്കെ നമ്മളെ സഹായിക്കും. എന്നാൽ നാം ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുവാൻ നാം റൂട്ടിടുമ്പോൾ അനേക റൂട്ടുകളാണ് കാണിച്ചു തരുന്നത്. ഒത്തിരി റൂട്ട്സ് കാണും. ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് അനേക വഴികൾ ഇത് കാണിച്ചു തരും. ഗൂഗിൾ മാപ്പിൻ്റെ പ്രത്യേകത വളരെ ഷോർട്ട് കട്ട് എല്ലാം കാണിച്ചു തരും. അങ്ങനെ കാണിച്ചു തരുമ്പോൾ പലപ്പോഴും നാം സെലക്ട് ചെയ്യുന്നത് ഈ ഷോർട്ട് കട്ട്. കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ലക്ഷ്യസ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാനായിട്ട് പറ്റും. അതുകൊണ്ട് പലപ്പോഴും ഷോർട്ട് കട്ടാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ചാൽ, ഇന്ന് ദൈവമക്കൾക്കും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അല്ലേ? നമുക്കറിയാം, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഹെവൻ, സ്വർഗം. എന്നാൽ ഈ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന യാത്ര പലപ്പോഴും ദൈവമക്കൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്, കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടുവാനായിട്ട് ഇന്ന് ദൈവമക്കൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഷോർട്ട് കട്ടുമില്ല സ്വർഗത്തിലേക്ക് പോകാൻ, മോക്ഷത്തിലേക്ക് പോകാൻ. സ്വർഗത്തിലേക്ക് പോകാൻ ഏക വഴി അത് യേശുക്രിസ്തുവാണ്. പലപ്പോഴും ഇത് നമുക്ക് അറിയാം, എന്നാൽ പല ഷോർട്ട് കട്ടുകളിലൂടെ അവിടെ എത്തിപ്പെടാൻ പറ്റുമോ? കാരണം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വലിയ ഇടുങ്ങിയ വഴിയാണ്. അതിലൂടെ കടക്കാൻ വളരെ പ്രയാസമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. വായിക്കാം. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലതും അതിൽ കൂടി കടക്കുന്നവർ അനേകം ആകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി നേർക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഓക്കെ, അപ്പോൾ ക്ലിയറാണ് യേശുക്രിസ്തു പറയുന്നത്. ജീവനിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചാൽ ഹെവനിലേക്കുള്ള വഴി അത് ഇടുങ്ങിയ വഴിയാണ്. ആ ഇടുങ്ങിയ വഴി ആരും അങ്ങനെ സെലക്ട് ചെയ്യുന്നില്ല, ചുരുക്കമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പലർക്കും ഹെവനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് അതിനുവേണ്ടി ഇടുങ്ങിയ വഴിയല്ല സെലക്ട് ചെയ്യുന്നത്, വിശാലമായ വഴി. വിശാലമായ വഴി എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സ്വന്തം ഇഷ്ടം വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ എനിക്ക് ഹെവൻ വേണം, സ്വർഗത്തിലേക്ക് പോകണം, എന്നാൽ എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകണമെന്ന് സെലക്ട് ചെയ്യുന്ന അനേക ആയിരങ്ങളെ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ചിലർ പറയും, ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകും. പല വഴികളത്. ചിലർ, ഇല്ല, ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേർക്ക് നന്മ ചെയ്യുന്നുണ്ട്, കുറേർക്ക് സഹായം ചെയ്യുന്നുണ്ട്, ആരെയും ഞാൻ ദ്രോഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുന്ന ദൈവജനങ്ങളുണ്ട്. ഒരു കാര്യം ഓർത്തോണം, യേശുക്രിസ്തുവാണ് ഏക വഴി സ്വർഗത്തിലേക്ക് പോകാൻ. ആ വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇടുങ്ങിയ വഴിയാണ്. അതിലൂടെ കടക്കുന്നവർ ചുരുക്കമെന്ന് ദൈവവചനം പറഞ്ഞു. ആ ഇടുങ്ങിയ വഴിയിൽ കഷ്ടതകൾ കാണും, നിന്ദ കാണും, പ്രയാസങ്ങൾ കാണും, ബുദ്ധിമുട്ടുകൾ കാണും, വേദനകൾ കാണും, പരിഹാസങ്ങൾ കാണും. ഇതെല്ലാം സഹിച്ച് ചില കാര്യങ്ങൾ വിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ സഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. ആ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടുവാൻ ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചേ പറ്റൂ. എനിക്ക് കഷ്ടം സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് വേറെ പ്രയാസങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഈ ലോകത്ത് ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകുമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. നോട്ട് ഇമ്പോസിബിൾ. അത് നടക്കുന്ന കാര്യമല്ല. വചനം അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടുങ്ങിയ പൗലോസ് പറയുന്നുണ്ടല്ലോ, കഷ്ടതയോ നിന്ദതയോ പട്ടിണിയോ പ്രയാസമോ
ആശമോശമോ ഇതൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഇത്രയും പ്രയാസത്തിൻ്റെ മധ്യയിലും ക്രിസ്തു എൻ്റെ കൂടെ കാണും. ഈ പ്രയാസത്തെ സഹിക്കുവാൻ, പ്രയാസത്തെ ഓവർകം ചെയ്യുവാൻ, ഈ കഷ്ടതയെ ഓവർകം ചെയ്യുവാൻ ദൈവം എൻ്റെ കൂടെ കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ പൗലോസ് യാത്ര ചെയ്തുകൊണ്ട് പൗലോസ് പറയുന്നത് ഞാൻ എത്തിപ്പിടിച്ച് കഴിഞ്ഞു എന്ന്. ഇന്ന് പലപ്പോഴും നമ്മുടെ റൂട്ട് മാപ്പ് വേറെ രീതിയിലൂടെ പോകുന്നത്. ഷോർട്ട് കട്ട് കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഹെവനിലേക്ക് എത്തിപ്പെടുവാനുള്ള വഴികളെ നാം ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഏക വഴി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് യേശു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് ആരാണോ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നോ ആ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഹെവനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓരോ ദിവസവും ആ യേശുക്രിസ്തുവിൻ്റെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആയിപ്പെട്ട് അതിന് നമ്മളെ വിനയപ്പെടുത്തുമ്പോൾ, അത് കഷ്ടതയായാലും സങ്കടമാണെങ്കിലും പ്രയാസമാണെങ്കിലും നമ്മളെ വിനയപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ റൂട്ട് മാപ്പ് ക്ലിയർ ആകുന്നത്. ഷോർട്ട് കട്ടില്ല, യഥാർത്ഥ വഴി അത് യേശുവാണ്. അതുകൊണ്ട് നാം ഒരുമിച്ച് ആ ഹെവനിലേക്ക്, ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടണം. പലപ്പോഴും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് യാത്ര പല വഴിക്ക് മാറുക. നാം ഓർത്ത് നോക്കുക, കർത്താവിൻ്റെ ട്രാക്കിലാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റൂട്ട് മാപ്പ് കറക്റ്റാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.